നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. നെയ്മർ ജൂനിയർ ഇന്നലെ സാന്റോസിൻ്റെ മത്സരം കഴിഞ്ഞിട്ട് ഇനി ബ്രസീൽ ടീമിലേക്കില്ല എന്നൊരിക്കൽ കൂടി പറയുകയുണ്ടായി. ഇതാ കോച്ച് കാർലോ അഞ്ചലോട്ടിയുടെ ഏറ്റവും പുതിയ ഇൻ്റർവ്യൂ വന്നിരിക്കുന്നു. അദ്ദേഹം ESPN സംസാരിക്കുമ്പോൾ നെയ്മർ ജൂനിയറുടെ തീരുമാനത്തെക്കുറിച്ച് പ്രതികരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, നെയ്മറെ പോലെയുള്ള താരങ്ങൾ ഓൾറെഡി അദ്ദേഹം കാര്യം വ്യക്തമാക്കി കഴിഞ്ഞു. ഇന്നലെ അദ്ദേഹം വിരമിക്കലിൻ്റെ കാര്യം പറഞ്ഞു. എനിക്ക് അദ്ദേഹത്തിൻ്റെ ആ തീരുമാനത്തോട് എല്ലാവിധ റെസ്പെക്റ്റുമുണ്ട്. ഞാൻ വിശ്വസിക്കുന്നത് അദ്ദേഹം ചരിത്രം കുറിച്ചിട്ടുണ്ട്. പിന്നെ എപ്പോഴും ഫുട്ബോളിൻ്റെ ചരിത്രത്തിൽ എങ്ങനെയാണ്, ഒരു ജനറേഷൻ പോകും, അടുത്ത ജനറേഷൻ വരും, കഴിഞ്ഞതിനേക്കാൾ മികച്ച ജനറേഷൻ വരും. അങ്ങനെയാണ് എപ്പോഴും ഫുട്ബോളിൽ ഉണ്ടായിട്ടുള്ളത്. ഒരു സംശയവും അക്കാര്യത്തിലില്ല. ഇപ്പോൾ ഇത് നെയ്മറുടെ കാര്യത്തിൽ മാത്രമല്ല, ചില താരങ്ങളൊക്കെ അവരുടെ കരിയറിൻ്റെ അവസാനത്തിലാണ്. പിന്നെ ഈ താരങ്ങളിൽ ചിലർ ഒബ്വിയസ്ലി ടീമിൽ ഇനിയും തുടരും. ഇപ്പോൾ മാർക്കിഞ്ഞോസ് ഫോർ എക്സാമ്പിൾ, ആലിസൻ്റെ കാര്യവും എന്താകും നമുക്ക് നോക്കിക്കാണാം. ഒബ്വിയസ്ലി ഞങ്ങൾ യങ് ഗോൾ കീപ്പേഴ്സിനെ നോക്കുന്നുണ്ട്. കാരണം യങ് ഗോൾ കീപ്പേഴ്സ് ഓൾറെഡി ബ്രസീലിയൻ ലീഗിൽ നല്ല രൂപത്തിൽ കളിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ വളരെ യങ്ങായിട്ടുള്ള മറ്റു താരങ്ങളെയും മറ്റിടങ്ങളിൽ കളിക്കുന്നവരെയും ഞങ്ങൾ എന്തായാലും പരിഗണിക്കും. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ചില താരങ്ങൾ തുടരും, പക്ഷേ ഒരു പുതിയ സൈക്കിൾ വരുമ്പോൾ അതുപോലെ തന്നെ കുറേ പുതിയ താരങ്ങളെ നമ്മൾ കൊണ്ടുവരേണ്ടതായിട്ടുമുണ്ട് എന്നുകൂടി ഇപ്പോൾ കാർലോ അഞ്ചലോട്ടി പറഞ്ഞു. ഏതായാലും നെയ്മർ ജൂനിയറുടെ വിരമിക്കലിനെ കുറിച്ച് അദ്ദേഹം പ്രതികരിക്കുന്നത് ആ തരത്തിലാണ്. നെയ്മറുടെ തീരുമാനത്തെ ബഹുമാനിക്കുന്നു. ഫുട്ബോളിൽ എപ്പോഴും ഒരു ജനറേഷൻ പോകും, അടുത്ത ജനറേഷൻ വരും. പലപ്പോഴും അടുത്തായിട്ട് വരുന്ന ജനറേഷൻ അതിന് മുമ്പുള്ള ജനറേഷനേക്കാൾ മികച്ചവരായിരിക്കുകയും ചെയ്യും. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.